കഴിഞ്ഞ ദിവസമാണ് രാജ്യവ്യാപകമായി SDPIയുടെ ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അഥവാ ED രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തിയത്. SDPIയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് രാജ്യവ്യാപകമായി പാർട്ടി ഓഫീസുകളിൽ EDയുടെ റെയ്ഡ് ഉണ്ടായത്. എന്നാൽ ഇതിനിടയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധേയമായ കാര്യങ്ങൾ സംഭവിക്കുകയുണ്ടായി. മഹാരാഷ്ട്രയിൽ SDPI ഓഫീസിലേക്ക് റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥരെ അവിടുത്തെ SDPI പ്രവർത്തകർ റോസാപ്പൂവ് നൽകിയാണ് സ്വീകരിച്ചത്. മറ്റു ചിലയിടത്ത് SDPIയുടെ പ്രവർത്തകർ EDയുടെ റെയ്ഡ് ആഘോഷമാക്കി മാറ്റുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സത്യത്തിൽ ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഏജൻസിയുടെ ഒരു നിസ്സഹായാവസ്ഥ വിളിച്ചോതുന്നതായിരുന്നു ഇത്തരം റെയ്ഡുകൾ എന്നുള്ളത്. തങ്ങൾക്കെതിരെ എതിർശബ്ദമായി നിലകൊള്ളുന്നുവെന്നും തങ്ങൾക്കെതിരായ ശബ്ദങ്ങൾ ജനാധിപത്യ സമരങ്ങൾ നടത്തുന്നു എന്നതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കേന്ദ്രത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്നതിന്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. അതിന്റെ തുടർച്ചയായി നടന്ന റെയ്ഡിലാണ് ഇത്തരം ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ ഇടയായത്. ഇത്തരം കാഴ്ചകളാണ് രാജ്യത്തെ SDPI ഓഫീസുകളിൽ റെയ്ഡ് നടന്നപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് റോസാപ്പൂക്കൾ നൽകി ED ഉദ്യോഗസ്ഥരെ സ്വീകരിക്കുന്നു, മറുഭാഗത്ത് ഇത്തരം ആഘോഷങ്ങൾ നടക്കുന്നു. അതായത് പ്രവർത്തകർ തന്നെ SDPIയുടെ പ്രവർത്തകർ തന്നെ EDയുടെ ഈ റെയ്ഡിനെ ആഘോഷിക്കുകയാണ്. ഒരു തരത്തിൽ രാജ്യത്തിന്റെ ഈ മാധ്യമങ്ങളെയൊക്കെ വിലക്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിലൂടെ തങ്ങൾ പ്രചരിപ്പിക്കേണ്ട അജണ്ടകൾ സംഘപരിവാറും അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഭീകരമായ അന്തരീക്ഷം എന്നുള്ള രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. അതായത് കേന്ദ്രത്തിലുള്ള ഉദ്യോഗസ്ഥർ വരുന്നു, EDയുടെ ഉദ്യോഗസ്ഥർ വരുന്നു, SDPI ഓഫീസുകളിൽ രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തുന്നു, അവിടെ എന്തൊക്കെയോ കിട്ടുന്നു അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ നൽകുന്നു, SDPI നിരോധിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ തുടങ്ങിയ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ പോലെയാണ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷം പോലെയാണ് ചാനലുകൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത്. പക്ഷേ ഇവിടെ SDPI പ്രവർത്തകർ ചെയ്യുന്നുള്ളത്, SDPI പ്രവർത്തകർ തന്നെ ഈ EDയുടെ ഈ ഒരു റൈഡിനെ ആഘോഷിക്കുകയാണ്. കാരണം അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിൽ ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. EDയെ അവരുടെ സർക്കാരിന് അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങളായി അവരുടെ ചട്ടുകമായി രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാനായി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റൈഡുകൾ നടക്കുന്നുള്ളത്. തങ്ങളുടെ ദേശീയ അധ്യക്ഷനെ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ഉത്തമ ബോധ്യം SDPI പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ രാജ്യത്തെ എല്ലാ ഭാഗത്തും പ്രതിഷേധങ്ങൾ ഉയർത്താനും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് കഴിയുന്നത്. EDയെ സംബന്ധിച്ചിടത്തോളം ED വിവിധ സംസ്ഥാനങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള സോറനെ പോലെയുള്ള മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ ജയിലിലടച്ചിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികൾ രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ അടക്കം വലിയ രീതിയിലുള്ള ദിവസങ്ങൾ നീണ്ട ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടങ്ങളിലൊന്നും ഒരു പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങൾ നമ്മൾ കേട്ടിരുന്നില്ല. കാരണം ഒരു തരം നിശബ്ദതയാണ് അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ആ നിശബ്ദതയാണ് യഥാർത്ഥത്തിൽ SDPI പ്രവർത്തകർ ഭേദിക്കുന്നുള്ളത്. ഇതാണ് BJPയെയും RSSനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. കാരണം ഒരു ഫാസിസ്റ്റ് സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത്തരം സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നമാണ്. ഇത് സാമൂഹിക ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം
അതായത് പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങൾ ഉയർത്താനുള്ള ആത്മവിശ്വാസം ഈ രാജ്യത്തെ പൗരന്മാർക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അല്ലാതെ ഇത്രയും വലിയ രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ലാത്ത കേവലം ജനപ്രതിനിധികൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ അത്തരം ലോക്കൽ ബോഡിയിൽ മാത്രം ജനപ്രതിനിധികളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ എല്ലാ സംസ്ഥാനത്തും വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ലാത്ത ഒരു ചെറു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇത്രത്തോളം ഈ ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളും ഈ ഒരു രാഷ്ട്രീയത്തിനെതിരെ രംഗത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഇത് തന്നെയാണ്. കാരണം ഇവിടെ ഒരു പ്രതിപക്ഷ സ്വരമായി രാജ്യത്ത് ഒരു കക്ഷിയെയും കാണുന്നില്ല. ആ ഒരു സമയത്താണ് SDP ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യാതെ ഒരു തരത്തിലുള്ള ഭയാശങ്കകൾക്കും ഇടനൽകാത്ത വിധം ഇത്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുള്ളത്. ED എന്നുള്ള ഒരു ഏജൻസിയെ രാജ്യവ്യാപകമായി ഈ തരത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ഒരിക്കൽ പോലും ഒരു സമര രംഗത്തോ കൃത്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കോ തങ്ങളുടെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ, തങ്ങളെ ഓഫീസുകൾ റൈഡ് ചെയ്താൽ അല്ലെങ്കിൽ തങ്ങളുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരം ഒരു പ്രതിഷേധങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവാറില്ല. ഇതിൽ നിന്നും വിഭിന്നമായ കാഴ്ചകളാണ് SDP കാര്യത്തിൽ രാജ്യവ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് SDP ഉയർത്തുന്ന ജനാധിപത്യ അവകാശങ്ങളെ കുറിച്ചുള്ള ബോധവാന്മാരാക്കുക എന്നുള്ള വലിയ പ്രക്രിയയാണ്. അത് രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ അവകാശങ്ങളെ പറ്റി ഓരോ ജനതയെയും ബോധ്യപ്പെടുത്തുന്ന വലിയൊരു രാഷ്ട്രീയമായ ജോലിയാണ് SDP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സമരമുറകൾ തുടർന്നും ജനങ്ങളെ സംഘടിപ്പിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അല്ലാതെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ കേവലം ധാരണകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പാർലമെന്ററി ജനാധിപത്യത്തിൽ മാത്രം വിശ്വസിച്ച് അതിനുവേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല SDP എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണമായി നിലനിൽക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുഖ്യ അജണ്ട എന്നുള്ളത് ഭരണത്തിലേറുക, ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അതായത് ഇലക്ഷൻ പ്രക്രിയയിലെ വിജയങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടികളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മുഖ്യധാര പാർട്ടികൾ എന്ന് അവകാശപ്പെടുന്ന പ്രധാനപ്പെട്ട പാർട്ടികൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അഭിമുഖീകരിക്കുന്ന മുസ്ലിം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ പലപ്പോഴും ഇത്തരം പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാവാറില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ തങ്ങൾക്കുണ്ടാകുന്ന ജയപരാജയങ്ങളെ ഇത് സ്വാധീനിക്കുമോ എന്നുള്ള ഭയമാണ് അവരെ യഥാർത്ഥത്തിൽ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇത്തരം അന്വേഷണ ഏജൻസികളെയോ അല്ലെങ്കിൽ ഇത്തരം തെറ്റായ ഭരണകൂട പ്രശ്നങ്ങളെയോ അവർ ചൂണ്ടിക്കാണിക്കാനോ അതിനെ തിരുത്താനോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതിന് പ്രധാനപ്പെട്ട ഇത് രാഷ്ട്രീയമായിട്ട് തങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് അവർ തങ്ങളുടെ ജനാധിപത്യ ബോധത്തെ തന്നെ ഇളഭ്യരാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉന്നത ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വാഭാവികമായിട്ടും ഇത്തരം അജണ്ടകൾ ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഇവിടുത്തെ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന മുസ്ലിം പ്രശ്നങ്ങളിൽ, അതായത് രാജസ്ഥാനിൽ ഒരു നവജാത ശിശുവിന് 1 മാസം മാത്രം പ്രായമായ കുഞ്ഞിനെ പോലീസുകാർ ചവിട്ടിക്കൊള്ളുന്നു. മധ്യപ്രദേശിൽ തെരുവിൽ മുസ്ലിം ചെറുപ്പക്കാരെ അടിച്ചുകൊണ്ട് പോലീസ് കൊണ്ടുപോകുന്നു. ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നങ്ങളൊന്നും ഇന്ത്യയിലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികൾ ഒരിക്കൽ പോലും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഇന്ത്യയുടെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയായ കോൺഗ്രസിന് പോലും ഈ ഒരു കാര്യത്തിലും ഒരു സംസാരമോ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങളോ നടത്തുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് SDP എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കൃത്യമായിട്ട് ഓരോ വിഷയത്തിലും നിലപാടുകൾ സ്വീകരിക്കുന്നതും പ്രതിഷേധമായി രംഗത്ത്
വരുന്നത്. കേവലം സംഘടനാ തലത്തിൽ സംഘടനാ തലത്തിൽ അവരുടേതായ ചെറു പാർട്ടിയായി ഇരിക്കുമ്പോൾ പോലും ഒരിക്കൽ പോലും ഈ സംഘപരിവാറിനോ RSSനോ സ്വാധീനപ്പെട്ടുകൊണ്ട് അവരുടെ അജണ്ടകൾക്ക് അടിമപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും പ്രഖ്യാപനങ്ങൾ SDPI നടത്തുന്നില്ല. തങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാകുന്ന ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ മാത്രം നേട്ടമുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല, പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചു പോരുന്ന ഒരു പ്രവർത്തനമല്ല SDPI പ്രവർത്തിക്കുന്നുള്ളത്. അവർ ആ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള സങ്കല്പങ്ങളെ കുറിച്ചുള്ള അത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് SDPI നടത്തുന്നുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന BJP RSS ശക്തികളെയും യഥാർത്ഥത്തിൽ പ്രശ്നമാക്കി മാറ്റിയിരിക്കുന്നത്. ഇവിടെ ഈ കൃത്യമായിട്ട് 2025 ഒരു ഹിന്ദുത്വ രാജ്യം എന്നുള്ള രീതിയിലേക്ക് RSSന് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് കഴിഞ്ഞ 100 വർഷത്തോളമായി RSS പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതിന്റെ എല്ലാ വിഭവങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ കൃത്യമായിട്ട് ഒരു സമാന്തര ഭരണഘടന, ഹിന്ദുത്വ രാജ്യത്തിലെ ഭരണഘടനയടക്കം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പ്രക്രിയ ചില ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്, ഈ തീവ്ര വലതുപക്ഷ ഭാഗങ്ങളിൽ നിന്നും. അത്തരം കാര്യങ്ങൾ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂടിയാണ് ഇത്തരം എതിർശബ്ദങ്ങളെ ഒതുക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നുള്ളത്. 2022 നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടുമായി ബന്ധമുണ്ട് എന്നതിന്റെ പേരിൽ ഇന്ന് അതുമായി അവരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് ഇന്ന് SDPIക്ക് നേരെയാണ് വന്നിട്ടുള്ളതെങ്കിൽ, സമാനമായിട്ട് ഈ പോപ്പുലർ ഫണ്ടിന്റെ ആരോപണം ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ട് ഇന്ത്യയിലുള്ള ഈ പിന്നോക്ക രാഷ്ട്രീയം പറയുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അവരുടെ മേലിലേക്കും കടന്നു കയറാൻ കേന്ദ്ര സർക്കാരിനും അല്ലെങ്കിൽ ഈ ഏജൻസികൾക്കും കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് എത്തപ്പെടുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയായ ഇലക്ഷൻ കമ്മീഷന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കൃത്യമായിട്ടുള്ള ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി SDPI ഏത് രീതിയിലുള്ള പൂട്ടാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. കേന്ദ്രം പുതിയ എന്തെങ്കിലും പദ്ധതികൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടോ? കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിരോധിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള എന്തെങ്കിലും പദ്ധതികൾ അമിത്ഷായോ മോഡിയുടെയോ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും നിലവിലുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ED എന്നുള്ള ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കലാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നുള്ളത്. പക്ഷേ അതിന്റെ ആത്യന്തികമായ റിസൾട്ട് എന്നുള്ളത് കഴിഞ്ഞ 2 ദിവസത്തെ ഇന്ത്യ രാജ്യത്തെ ഈ ഒരു ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ട ദൃശ്യങ്ങളിലൂടെ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചയാകാൻ SDPIക്ക് സാധിച്ചിട്ടുണ്ട്. തങ്ങളെ മാത്രം വേട്ടയാടാൻ എന്താണ് കാരണം? തങ്ങൾ കേന്ദ്രത്തെ ഭരിക്കുന്ന ഭരണകൂടത്തിന് എതിരെ ശബ്ദിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ഒരു സന്ദേശം പ്രകടിപ്പിക്കാൻ SDPI പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവി ഇന്ത്യയിൽ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഒരു റവല്യൂഷണറി സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി SDPI മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.